ആലോചിച്ച് നോക്കി, കല്യാണം കഴിഞ്ഞതിനെയൊക്കെ വളയ്ക്കാൻ നടക്കുന്ന കുറെ അവന്മാരുണ്ട്. അതിൻ്റെ ആവശ്യം എന്താണ്? നിങ്ങളുടെ അഭിമാനത്തിന് വേണ്ടി നിങ്ങൾ പല അഭിപ്രായങ്ങൾ കാണിക്കുന്നു. കംപ്ലൈന്റ് കൊടുക്കുന്നു, വീട്ടിൽ വരുന്നു, CCTV പരിശോധിക്കുമ്പോൾ ഇവർ ബാഗും കൊണ്ട് പോയതാണ്. പോലീസുകാർ എല്ലാവരെയും വിളിക്കുന്നു. അവർക്ക് മറ്റേ പയ്യന്റെ കൂടെ പോകാനാ താല്പര്യം എന്ന് പറയുന്നു. കൂത്താടി നടക്കുകയാണ് മറ്റേ ആൾക്കാരുകൾ. ഇപ്പോൾ ഒന്നുമില്ല എന്നൊരു സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയാണ്. ഫോൺ ആയിരിക്കും, തിരിച്ചു വരാൻ വലിയ പാടാ. അത് മനുഷ്യരങ്ങനെയൊക്കെയാണ്. നിങ്ങൾ വിവാഹം കഴിഞ്ഞിട്ട് ആ ബന്ധം ഡിവോഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ മറ്റൊരാളുടെ കൂടെ പോകില്ലാണെങ്കിലും ഒക്കെ അത് വല്ലാത്തൊരു ദുരന്തം സൃഷ്ടിക്കും. ആ ദുരന്തം നിങ്ങൾക്കുണ്ടാകുമ്പോൾ, ഓരോ വ്യക്തിക്കും ഇൻഡിവിജ്വലായിട്ട് ഉണ്ടാകുമ്പോൾ മാത്രമേ വ്യക്തിക്ക് മനസ്സിലാവുള്ളൂ. അല്ലാത്തത്തോളം കാലം അതൊക്കെ ഇങ്ങനെ കണ്ട് പറയൽ മാത്രമായിരിക്കും. അത് വല്ലാത്തൊരു ഡൗൺഫോളിലൂടെ ആയിരിക്കും. അപ്പൊ ഞാൻ കടന്നു പോകുന്നില്ല, വിഷമത്തിനൊപ്പം നിൽക്കുന്നു. ഒരിക്കലും ഇതൊന്നും കാണിക്കരുത്. കാരണങ്ങളൊക്കെ തിരയുന്നുണ്ട്. ഇതിന്റെ ഒരു പോസ്റ്റിന് താഴെ, ഇത്തരത്തിലുള്ള ഒരു വീഡിയോയ്ക്ക് താഴെ വന്ന ഒരു കമന്റ് ഇങ്ങനെയാണ്: സത്യമാണ്, സംഭവം നടന്നിട്ട് ഇപ്പോൾ 2 ദിവസമായി. ഈ കുട്ടി പന്തളം പൂഴിക്കാട് സ്വദേശിയായിട്ടുള്ള ഒരു ബസ് ഡ്രൈവറുടെ പേരും കൊടുത്തിട്ടുണ്ട്, ഞാൻ ആ പേര് പറയുന്നില്ല. ഇയാളുടെ കൂടെയാണ് പോയത്. 2 കൂട്ടരെയും വിളിപ്പിച്ചിട്ട് നൂറിനാട് പോലീസ് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പെൺകുട്ടി പറയുന്ന കാര്യം എന്ന് പറയുന്നത്, മറ്റ് ഗേൾസ് ആയിട്ട് അഖിൽ NRDക്ക് ബന്ധമുണ്ട്, അതുകൊണ്ട് അവൾക്ക് അവനോടൊപ്പം പറ്റത്തില്ല, അതുകൊണ്ട് അവൾ വേറെ ആളുടെ കൂടെ പോകുന്നു എന്നുള്ളതാണ്. അങ്ങനെ 2 കൂട്ടരും അവരവരുടെ വഴിക്ക് പോയി എന്നാണ് നൂറിനാട് പോലീസ് സ്റ്റേഷനിൽ നിന്നും അറിയാൻ സാധിച്ചത്. ഇതില് ഒരാൾക്ക് ഒരു പരസ്ത്രീ ബന്ധമുണ്ട് അല്ലെങ്കിൽ പരപുരുഷ ബന്ധമുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ, എന്നാ പിന്നെ ഞാനങ്ങ് സ്ത്രീയിലേക്കോ പരപുരുഷനിലേക്കോ ബന്ധം സ്ഥാപിക്കാൻ പോകുന്നത് ശരിയാണോ എന്നൊക്കെയുള്ള ധാർമ്മികമായ ചോദ്യങ്ങളൊക്കെ വരാം. പക്ഷെ ഇതിലും വലിയൊരു ചോദ്യം നമുക്ക് മുമ്പിൽ മുഴച്ചു നിൽക്കുന്നു. നമ്മൾ ഓരോരുത്തർക്കും മുമ്പിൽ, എല്ലാവരും സോഷ്യൽ മീഡിയയിൽ അക്കൗണ്ട് ഉള്ളവരാണ്. ഇൻസ്റ്റയിലായിക്കോട്ടെ, FBയിലായിക്കോട്ടെ, ത്രെഡിലായിക്കോട്ടെ ഒക്കെ ഉണ്ട്. എല്ലാവരും ഓരോരോ കാര്യങ്ങളും ഒക്കെ പോസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ ഇങ്ങനെ പലതും, നമ്മളുടെ സ്വകാര്യമായ ചില സന്തോഷങ്ങൾ പോലും നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ ലോകത്തിന് മുമ്പിൽ തുറന്നു വെക്കുന്നുണ്ട്. ഈ ലോകത്തിന് മുമ്പിൽ തുറന്നു വെക്കുമ്പോൾ ലോകം ഇത് എങ്ങനെയെല്ലാം എടുക്കും എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. നമുക്ക് പലപ്പോഴും പല വിവാദങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ പലരും പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അവരങ്ങനെ ചിന്തിക്കുമെങ്കിൽ എനിക്കിതിലൊന്നും പറയാനില്ല, ഞാൻ ഇതാണ് ചിന്തിച്ചത്. ശരി, അങ്ങനെയുള്ളവർക്ക് ഇതൊരു പ്രശ്നമല്ല. അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് എന്ത് വിഷയം വന്നാലും അവരിത് തുടർന്നുകൊണ്ടേയിരിക്കും. ഇത് തുടരണമോ വേണ്ടയോ എന്നുള്ളത് പോലും അവരുടെയൊക്കെ സ്വകാര്യമുള്ള സ്വാതന്ത്ര്യമാണ്, മൗലികാവകാശമാണല്ലോ. അപ്പോൾ ആ മൗലികാവകാശത്തെ നമ്മൾ എൻജോയ് ചെയ്യുകയും അവർക്കൊരു വീഴ്ചയുണ്ടാകുന്ന സമയത്ത് അതിനെ എടുത്തിട്ട് അത് വെച്ചിട്ട് പണം ഉണ്ടാക്കാൻ നോക്കുകയും ചെയ്യുന്ന ഒരു വല്ലാത്ത വ്യഗ്രത നമുക്കുണ്ട്. ചില കാര്യങ്ങൾ, ചില സ്റ്റേറ്റ്മെന്റ്സ് ചില ആളുകൾ പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും പ്രതികരിക്കും. ചില കാര്യങ്ങൾ ഓവറായിട്ട് ഇത്തരത്തിൽ കാണിച്ചു കൂട്ടുന്നത് കാണുമ്പോൾ പലരും പ്രതികരിക്കും. ഇത് അങ്ങനെയല്ലല്ലോ, ഇങ്ങനെയല്ലേ എന്നുള്ള രീതിയിൽ പ്രതികരിക്കും. ചിലര് പ്രതികരിക്കുന്നത് തെറി വിളിച്ചിട്ടായിരിക്കും. അപ്പൊ തെറി ഒരു മോശമാണോ എന്ന് ചോദിച്ചാൽ അതിനുമുണ്ട് അമ്മയെ തല്ലിയാൽ 2 പക്ഷം എന്ന് പറയുന്നത് പോലെയാണ്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമുക്കറിയാലോ, പല സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനും ഒക്കെ വലിയ വീടും കാറും ഒക്കെ ഉണ്ട്. അതൊക്കെ അവര് കണ്ടന്റ് ക്രിയേഷനിലൂടെ ആണ് ഉണ്ടാക്കിയത് എന്ന് പറയുന്നുണ്ട്. നമ്മുടെ അനുനിമിഷമുള്ള ഓരോ കാര്യങ്ങളും ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് വീഡിയോ എടുത്തിട്ട് അത് ഇടുകയും, അതിൽ ചില റീലൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കും, സത്യത്തിൽ ഇവരിത് എന്തിനാ ചെയ്തത് എന്ന് വിചാരിക്കും. അതിന്റെ ഒരു ആവശ്യവും ഉണ്ടാകില്ല. ഇപ്പൊ കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുന്ന ആ ഒരു ഭാഗമുണ്ടല്ലോ, ആ ഭാഗം തന്നെ മാറി നിൽക്കുകയാണ്. ഇപ്പൊ നടക്കുന്നത്, നമ്മൾ വെറുതെ നടന്നു പോവുകയാണെങ്കിൽ ആ നടന്നു പോകുന്ന വഴി മുഴുവനും കാണിച്ചിട്ട് അതും ഒരു കണ്ടന്റ് ആണ്. അങ്ങനെ കണ്ടന്റ് ഇടുന്ന ആളുകളുണ്ട്. നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ തിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളുടെ മുമ്പിലേക്കാണ് നമ്മൾ വീട്ടിലെ സ്വകാര്യത, ചിലപ്പോൾ നമ്മൾ കാണാറുണ്ട്, കല്യാണത്തിന് ശേഷം നടക്കുന്ന പാർട്ടി, കല്യാണത്തിന് ശേഷം എന്തെല്ലാം ചെയ്യാൻ പോകുന്നു, എവിടെ ഹണിമൂണ് പോകുന്നു, ഇനി അതൊന്നുമല്ല റൂമിലേക്ക് പാലുമായിട്ട് വരുന്ന വധു, അല്ലെങ്കിൽ ഓരോരോ ആചാരപ്രകാരമുള്ള കാര്യങ്ങൾ, ഇതെല്ലാം ഉണ്ട്. ചിലപ്പോൾ ചില ഇന്റിമേറ്റ് സീൻസ് വരെ കാണുന്നുണ്ട്. ഒരുപാട് പ്രതിസന്ധികളും ഒരുപാട് തരംഗങ്ങളും ചെയ്തിട്ട് ജീവിക്കേണ്ടി വരും.